ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ച് കൊണ്ടുള്ളൊരു ഒഴിച്ച് കറിയും അതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്തായാലും ഓറഞ്ച് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 2 ഓറഞ്ച് എടുത്തിട്ടുള്ളൂ. ഇതിപ്പം ഇവിടെ കിട്ടുന്ന ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടല്ലോ ഇങ്ങനെ കുരു ഒന്നും ഇല്ലാത്തതാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളയാം. അപ്പം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓറഞ്ചിൻ്റെ ആ നൂലൊക്കെ ഉണ്ടാവില്ല, ആ സൈഡിലുള്ള ആ ഒരു ഇതെല്ലാം നന്നായിട്ട് കളയണം. അപ്പോൾ ഓരോന്ന് അടർത്തിയതിന് ശേഷം നന്നായിട്ട് കളയുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇത് കയ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ നാരും അതേപോലെ അതിനുള്ളിൽ കുരു ഉണ്ടെങ്കിൽ അതും കളയുക. കാരണം നമ്മുടെ ഇവിടെ കിട്ടുന്ന ഓറഞ്ചിൽ കുരു ഉണ്ടാവാറില്ല, അപ്പം ഒട്ടും കുരു ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. പക്ഷെ കുരു ഉള്ളതാണെങ്കിൽ നമ്മൾ പൊളിച്ചതിന് ശേഷം അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ തൊലി വേണമെങ്കിൽ മാറ്റാം. ഇപ്പം കഴിച്ച് നോക്കിയിട്ട് അഥവാ തൊലിക്ക് ഇത്തിരി കയ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണത് നല്ലതായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടാം. ഇതിപ്പം കയ്പില്ലാത്തതായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇടാം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടനായിട്ടുള്ള ഓറഞ്ചിലൊക്കെ കുരുവും ഒരിച്ചിരി കയ്പൊക്കെ ചിലപ്പം കൂടുതലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതുപോലെ തൊലിയിൽ നിന്ന് അടർത്തിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പം പച്ചമുളക് അരിഞ്ഞെടുത്തതിന് ശേഷം ഓറഞ്ചും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇത്തിരി കറിവേപ്പിലയും കൂടിയിട്ട് ഇടാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, പിന്നെ ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത്തിരി ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഞാൻ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു മിനിറ്റ് പോലും എടുക്കില്ല. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, അതുപോലെ ചെറിയ കുറച്ച് പച്ചമുളക് ഇടേണ്ട, എരിവിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് കടുക്, 2 നുള്ള കടുക് ഇടുന്നുള്ളൂ. കടുക് ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഓറഞ്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങനെ വേവിക്കണ്ട. അപ്പം അതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ അരപ്പും കൂടെ ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ ഇത് നമ്മളൊരു പുളിശ്ശേരിയും പച്ചടിയും രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് വെക്കുന്നത്. ആ ഒരു രീതിയിലാണ് വെക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് വരണം. ഒരുപാട് തിളപ്പിക്കേണ്ട, പക്ഷെ നമ്മൾ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ടൊന്ന് തേങ്ങ തിളച്ച് വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് തൈര് ഒഴിക്കാം. തൈര് കുറച്ച് നല്ല പുളിയുള്ള തൈര് തന്നെ ഒഴിക്കാം. അതുപോലെ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കണ്ടോ നല്ല മഞ്ഞ കളറിലായിരിക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ലേറ്റായിട്ട് ഇടുമ്പം ശരിക്കും നല്ല മഞ്ഞ കളറ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ചട്ടിയുടെ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾക്കിനി ഇതിലോട്ട് കടുക് താളിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇടുക. അതുപോലെ വറ്റൽമുളകും കുഞ്ഞുള്ളി ഇടുന്നുണ്ട്. കുഞ്ഞുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവണം കുഞ്ഞുള്ളി. അതിന് ശേഷം തൈരിലോട്ട് ഒഴിക്കുക, എന്ന് വെച്ചാൽ ഈ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ഓറഞ്ചിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി അല്ലെങ്കിൽ പച്ചടി എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഓറഞ്ചാണെന്ന് നമ്മൾക്ക് തോന്നുകയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കാനാണ് പോകുന്നത്. അപ്പം ചെറുതായിട്ടാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിരിക്കുന്നത്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി വറുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾക്ക് അത് 2 സൈഡ് നല്ല മൊരിഞ്ഞ് വരുന്ന വരെ ഉരുളക്കിഴങ്ങ് വറുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് റെസിപ്പി. എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് വറുക്കണത്. സ്ലൈസസ് ആയിട്ട് വേണമെങ്കിലും വറുക്കാം. എന്നും ആ ഒരു രീതിയിൽ ചെയ്യണതുകൊണ്ട് ഇതൊന്നും വ്യത്യസ്തമായിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഓറഞ്ചിൻ്റെ കറിയും അതുപോലെ അച്ചാറും ഉണ്ട്.
പിന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വറുത്തതും ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഓറഞ്ചൊക്കെ ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ മോരിലൊക്കെ കിടന്നിട്ട് നല്ലൊരു പ്രത്യേക രുചിയാണ്. എരിവും പുളിപ്പും മധുരവും എല്ലാം കൂടിയിട്ടുള്ളൊരു രുചിയാണ് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പച്ചക്കറികളില്ലാതെ ഓറഞ്ച് മാത്രം അഥവാ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല രുചിയായിരിക്കും. നല്ല സൂപ്പറായിട്ടുള്ള ഉച്ചയൂണ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കാൻ മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ. Thank you for watching Mama channel, and don't forget to subscribe and click the bell button. Bye. We will all see you later.